കേവലം 2 മാസം കൂടി കഴിയുമ്പോൾ നമ്മളൊരു ജനാധിപത്യ മാമാങ്കത്തിന് സാക്ഷിയാകാൻ പോവുകയാണ്. ഏതാണ്ടോ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ആ മാമാങ്കത്തിന്റെ തിരശ്ശീല ഉയരും എന്നാണ് നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ കാണുവാൻ സാധിച്ചത്. ആ ജനാധിപത്യ മാമാങ്കം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണ ബാധ്യതയം നിർണയിക്കുന്നതിനുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, ഈ നാട്ടിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം കേരളത്തിലെ ഒരാളെയും നമ്മൾ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയോ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം രാഷ്ട്രീയ പ്രബുദ്ധത വളരെയേറെ ഉള്ളവരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമാണ് കേരള നിവാസികൾ എന്നറിയപ്പെടുന്ന മലയാളികൾ. ഈ മലയാളികളുടെ നാട്ടിലേക്ക് 12 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഉദയം കൊണ്ട ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുകയെന്നാണ് ഇന്ന് ഇവിടെ എന്റെ കർത്തവ്യം. തലയിൽ ഒരു തൊപ്പിയും ധരിച്ച് ആം ആദ്മി അഥവാ സാധാരണക്കാരൻ എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം എഴുതി ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ ഭടന്മാർ ഇവിടെ നിൽക്കുന്നത് എന്റെ പ്രിയങ്കരായ ജനാധിപത്യ വിശ്വാസികൾ കണ്ടിട്ടുണ്ടാകാം. ഈ തലയിലെ തൊപ്പിയുടെ കീഴിലെ ചരിത്രം തേടിപ്പോയാൽ അങ്ങ് നമ്മള് സ്വാതന്ത്ര്യ സമര കാലഘട്ടം വരെ പോകേണ്ടി വരും. അന്നത്തെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തലയിൽ ഉണ്ടായിരുന്ന അതേ തൊപ്പി തന്നെയാണ് ഇന്ന് സാധാരണക്കാരൻ എന്നൊരു പ്രിന്റ് ചെയ്തുകൊണ്ട് ആം ആദ്മിയുടെ സന്നദ്ധ ഭടന്മാര് തലയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ 47-ലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മളുടെ പൂർവികരായ ഭാരതന്മാർ സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടീഷുകാരുടെ പടവെട്ടി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നെങ്കിലും വെള്ളക്കാര് മാറി കൊള്ളക്കാര് വന്നെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി നമ്മുടെ ഭാരതത്തിന്റെ ഭാവി. കഴിഞ്ഞ 75 വർഷത്തേറെ കാലമായി നമുക്കറിയാം, ഇവിടെ നിന്ന് വെള്ളക്കാര് പോയെങ്കിലും നമ്മുടെ നാടും നമ്മുടെ സമ്പത്തും നമ്മുടെ അധികാരവും എല്ലാം കൊള്ളയടിച്ചുകൊണ്ടുള്ള കൊള്ളക്കാർക്ക് നമ്മുടെ നാട് തീരെ എഴുതി കൊടുത്ത പോലെ ആയിപ്പോയി. അവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അവര് കാണിക്കുന്ന അഴിമതികളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത ഒരു കാലഘട്ടം. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രവാചകന്മാർ ഉദയം കൊള്ളുമെന്ന് പറഞ്ഞതുപോലെ 12 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ദ്രപ്രസ്ഥത്തിൽ ഉദയം കൊണ്ടൊരു പ്രവാചകനായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്ന് ഒരാശങ്കയുമില്ലാതെ എനിക്ക് പറയുവാൻ സാധിക്കും. കാരണം ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപനം എന്ന് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സാധാരണക്കാരൻ സ്വപ്നം കാണുന്ന ഏറ്റവും ഉന്നതമായ പദവിയായ ഇന്ത്യൻ സിവിൽ സർവീസിലെ ഇന്ത്യൻ റവന്യൂ സർവീസ് എന്നറിയപ്പെടുന്ന IRS-ലെ ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നു. നമുക്കൊക്കെ അറിയാം, സെയിൽ ടാക്സും ഇൻകം ടാക്സും ഒക്കെ അടങ്ങുന്ന ആ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന ശമ്പളവും ആ ഉയർന്ന ഉദ്യോഗസ്ഥന് കിട്ടാൻ സാധ്യതയുള്ള കൈക്കൂലിയൊക്കെ കേട്ടാൽ നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരൊക്കെ ഞെട്ടിപ്പോകും. അത്രയും ഉയർന്ന പദവിയിലിരുന്നപ്പോഴാണ് നമ്മുടെ രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന അഴിമതി എത്രയോ വലുതാണെന്ന് മനസ്സിലാക്കി ആ ഏറ്റവും ഉയർന്ന പദവി നിഷ്കരണം വലിച്ചെറിഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ തെരുവീതികളിലേക്ക് ഇറങ്ങിയ ഒരു നേതാവായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. വെറും ഒരു സാധാരണക്കാരായിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയൊരു പദവിയും ഇത്രയും വലിയ ശമ്പളവും സ്വപ്നം കാണുവാൻ പോലും സാധിക്കാതെ 1000 രൂപ ഉള്ളപ്പോൾ അത് ലഭിച്ചിട്ടും അത് വലിച്ചെറിഞ്ഞ് തെരുവിലേക്ക് അരവിന്ദ് കെജ്രിവാൾ എഴുന്നേറ്റ് വരണമെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇടനാഴികളിൽ കടന്നുകൂടിയ അഴിമതിയെ തന്നെ കൊണ്ടാവും വിധം ചെറുക്കുവാനും തന്നെ കൊണ്ടാവും വിധം കാലത്തിന്റെ ചവിട്ടുകൊണ്ടിലേക്ക് തൂത്തെറിയുവാനും തനിക്ക് സാധിക്കുമെന്നൊരു തിരിച്ചറിവിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനവുമായി അരവിന്ദ് കെജ്രിവാൾ വന്നത്. അത് വെറുതെ ഒരു വരവായിരുന്നില്ല. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം വെറുതെ ആം ആദ്മിക്കാരുടെ ആയുധം ചൂലെന്ന് പറഞ്ഞ ഒരു സാധനമാണ്. ചൂല് നമുക്കൊക്കെ അറിയാം. ഈ ചൂലെന്ന് പറഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ നമ്മുടെ വീടും മുറ്റവും പരിസരവും നമ്മുടെ നാടുമൊക്കെ നമ്മുടെ സഹോദരിമാരും നമ്മുടെ പെണ്ണന്മാരും നമ്മുടെ അമ്മമാരും എല്ലാവരും തൂത്തു വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണമായ ആയുധമായിരുന്നു ചൂല്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഈ ചൂലെടുത്തുകൊണ്ട് വന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇടനാഴികളിൽ കിടക്കുന്ന മാലിന്യങ്ങളെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് തൂത്തെറിയുവാൻ നമുക്ക് എല്ലാവർക്കും കൂടി തന്ന ഒരു ആയുധമായിട്ടാണ് ചൂല് ആം ആദ്മി പാർട്ടി കാണുന്നത്. കാരണം അത്രയേറെ അഴിമതി ഗ്രസിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പിറവി. പിന്നീട് അഴിമതി മാത്രമല്ല,
ഇന്ന് ഇന്ത്യയെ കാർന്നു നിന്നുന്ന വർഗീയത പറയപ്പെടുന്ന ഒരു ദുർഭൂതം കൂടെ ഈ അഴിമതിക്കൊപ്പം ചേർന്നപ്പോൾ അഴിമതിയെ മറച്ചു വെക്കാൻ വർഗീയതയെ താലോലിക്കാൻ അഴിമതി എന്ന നിലയിലേക്ക് രണ്ടും കൂടി ഒരു അമ്മ പെറ്റ മക്കളെ പോലെ അഴിമതിയും വർഗീയതയും കൊടികൊത്തി വാഴുന്ന ഒരു ഭാരതമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഈ ഭാരതത്തിലാണ് 2 മാസത്തിനകം ഒരു തെരഞ്ഞെടുപ്പ് കൂടി നടക്കാൻ പോകുന്നത്. നമ്മൾ ജനാധിപത്യ വിശ്വാസികള് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം എന്താണെന്നൊക്കെ നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. മഹാത്മാഗാന്ധിയെ പോലെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയും സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള നേതാക്കന്മാർ എത്ര നാളുകളുടെ കഷ്ടപ്പാടുകൾ, എത്രയെത്ര ജയിൽവാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നത്. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തിരുന്നത് സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തിൽ ഗ്രാമസ്വരാജിന്റെ അരങ്ങേറ്റമായിരുന്നു. ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒന്നും അറിയില്ല. നമ്മളിന്ന് പഞ്ചായത്ത് കാണുന്നുണ്ട്, പഞ്ചായത്ത് രാജ് കാണുന്നുണ്ട്, പഞ്ചായത്തിൽ നടക്കുന്ന ജനസഭകൾ കാണുന്നുണ്ട്. പക്ഷെ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തിരുന്ന ഗ്രാമസ്വരാജ് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചറിഞ്ഞിട്ട് സ്വരാജ് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതി. ആം ആദ്മിക്കാരന്റെ ബൈബിളായി, ആം ആദ്മിക്കാരന്റെ ഖുറാനായി, ആം ആദ്മിക്കാരന്റെ ഗീതയായി അവൻ കൊണ്ടുനടക്കുന്ന ഒരു ബുക്കാണ് സ്വരാജ്. അതിലൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു രാജ്യത്തിന്റെ വികസനം വരണമെങ്കിൽ ഈ വികസനം ഇങ്ങ് താഴെത്തട്ടിൽ പഞ്ചായത്തുകളിലെത്തി ആ പഞ്ചായത്തിലെ വാർഡ് സഭകളിലും ജനസഭകളിലൂടെയും മാത്രമേ ഉള്ളൂ ഒരു നാടിന്റെ വികസനം കാണുവാൻ സാധിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള പോസ്റ്റുകളിലെ പോസ്റ്ററുകൾ കണ്ടാൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന എംപിമാരും നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന MLA-മാരും ഒക്കെ അവർ നടത്തിയ വികസനത്തിന്റെ കഥകൾ നമ്മുടെ വീടുകളിൽ പ്രിന്റായി വരും, നമ്മുടെ പോസ്റ്റുകളിൽ പോസ്റ്ററായി വരെയും. നിങ്ങളൊന്ന് നോക്കണം, ഇവിടെ പല MPമാരുടെയും വികസനത്തിന്റെ കുറിപ്പുകൾ ഇപ്പോഴേ വന്നു തുടങ്ങി. ചിലരൊക്കെ കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് അവരുടെയൊക്കെ മണ്ഡലത്തിൽ നടത്തിയെന്ന് പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രം കാണുന്നവർക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിലെ പരസ്യങ്ങൾ കാണുന്നവർക്ക് കാണാം, പല MPമാരും 100% തുക മുടക്കി 1000-ഉം 2000-ഉം കോടിയുടെയൊക്കെ വികസനങ്ങള് അവരുടെ മണ്ഡലത്തിലേക്കൊക്കെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികൾ, എന്റെ പ്രിയങ്കരായ സാധാരണക്കാരായ വോട്ടർമാർ, നമ്മളൊന്ന് നമ്മുടെ വാർഡിലൂടെ ഇറങ്ങി നോക്കണം, നമ്മുടെ ചുറ്റുവട്ടൂടെ ഇറങ്ങി നോക്കണം. എവിടെയാണ് ഈ പറയുന്ന MPമാരും എവിടെയാണ് ഈ പറയുന്ന MLA-മാരും കൊണ്ടുവന്ന വികസനങ്ങൾ എന്ന് നമ്മൾ നമ്മുടെ വാർഡുകളിലൂടെ ഇറങ്ങി നോക്കണം. നമുക്ക് കാണാൻ പറ്റില്ല, നമ്മൾക്കൊരു വികസനവും കാണാൻ പറ്റില്ല. നമ്മൾക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഇവിടുത്തെ സപ്ലൈകോയില് സബ്സിഡിയുള്ള സാധനങ്ങൾ മേടിക്കാൻ ചെല്ലുമ്പോൾ ഒഴിഞ്ഞ ഷെൽഫുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ റേഷൻ കടയിൽ റേഷൻ സാധനങ്ങൾ മേടിക്കാൻ ചെല്ലുമ്പോൾ ഒരു മനുഷ്യനും കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റേഷൻ സാധനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് അങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഇവരൊക്കെ വികസിപ്പിച്ച് ഈ രാജ്യമൊക്കെ വലിയൊരു ബബിള് പോലെയായി ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരു വികസനമാണെന്നാണ് ഇവരൊക്കെ അവകാശപ്പെടുന്നത്. അപ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഈ ആം ആദ്മി പാർട്ടി രൂപം കൊണ്ട് ഡൽഹിയിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ നിങ്ങൾ അവിടെ ഒന്ന് നോക്കണം. ഞങ്ങൾ വലിയ അവകാശവാദങ്ങളൊന്നും പറയത്തില്ല, ഞങ്ങൾ വലിയ അവകാശവാദങ്ങൾ പണ്ടും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഡൽഹിയില് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഓരോ കുടുംബത്തിനും ഓരോ മാസവും 200 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുത്തു. നമുക്ക് കേൾക്കുന്ന നിസ്സാരമാ. നമുക്ക് ഇവിടെ വരുന്ന ബില്ല് 2 മാസം കൂടുമ്പോഴാണ് നമ്മുടെ ബില്ല് വരുന്നത്. ആം ആദ്മി പാർട്ടി ഒരു മാസം 200 യൂണിറ്റ് കൊടുത്തെങ്കിൽ 2 മാസം കൂടുമ്പോൾ 400 യൂണിറ്റ് കറണ്ടാണ് അവിടുത്തെ സാധാരണക്കാരുടെ വീടുകളിൽ സൗജന്യമായിട്ട് കൊടുത്തത്. നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ വീടിന്റെ ബില്ല് നിങ്ങളൊന്ന് എടുത്തു നോക്കണം. ഒരു 350-400 യൂണിറ്റ് 2 മാസം കൂടുമ്പോൾ ബില്ല് വരുന്ന ഒരു വീട്ടില് 3000 രൂപ വരെ കറണ്ട് ചാർജ് വരും. ഒന്ന് ഓർത്തോളം, സാധാരണക്കാരന്റെ കുടുംബ ബഡ്ജറ്റ് ഏറ്റവും താളം തെറ്റുന്ന ഒരു സാധനമാണ് 2 മാസത്തിൽ ഒരിക്കൽ വരുന്ന വൈദ്യുതി ബില്ല്. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ആണെങ്കിൽ 2 മാസം കൂടുമ്പോൾ 400 യൂണിറ്റ് ഫ്രീ കൊടുത്തു. അതിനുശേഷം ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്ന പഞ്ചാബിലാണെങ്കിൽ 2 മാസം കൂടുമ്പോൾ 600 യൂണിറ്റ് ഫ്രീ കൊടുത്തു. ഈ ഡൽഹിയിലൊക്കെ കറണ്ട് കിട്ടുന്നത് ദൈവം കൊടുക്കുന്നതുമല്ല. നമ്മൾ കേരളത്തിൽ അറിയാം, 44 നദികൾ തെക്കോട്ടും വടക്കോട്ടും ഒഴുകുന്ന കേരളത്തില് ഈ ദൈവം തരുന്ന വെള്ളം സംഭരിച്ചു വെച്ചിട്ട് ആ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന കറണ്ടിനാണ് ഇത്രയും വലിയ ചാർജ് നമ്മോട് മേടിക്കുന്നത്. പക്ഷെ ഡൽഹിയിൽ കറണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുത്തക കമ്പനിയിലൊന്നായ റിലയൻസ് ആയിരുന്നു. ലാഭം മാത്രം മാനദണ്ഡമാക്കി, ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന റിലയൻസിന്റെ കുത്തക കമ്പനിയെ കൊണ്ട് 200 യൂണിറ്റ് വരെയും കറണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയുടെ മാജിക്കാണ്. അഴിമതിക്കെതിരെയുള്ള സന്ധിയുള്ള പോരാട്ടങ്ങളിലൂടെ ആം ആദ്മി പാർട്ടി കണ്ടെടുത്തിയ മാജിക്കാണ് ഓരോ മാസവും 200 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കുമെന്ന്. അതും കുത്തക കമ്പനിയായ റിലയൻസിനെ കൊണ്ട്. നമുക്കുണ്ട് ഒരു KSEB. നിങ്ങളൊന്ന് KSEBിൽ ഒരു വിവരാവകാശം വെച്ച് നോക്കണം.
KSEB ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർത്തു പോവുകയാണ്. നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും സുരക്ഷിതമായ ജോലിയായിട്ട് ഗവൺമെന്റ് ജീവനക്കാരെ കണ്ടിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ മാസം മുതൽ അതിന് മാറ്റം വന്നതുകൂടെ എന്റെ പ്രിയങ്കരായ ജനാധിപത്യ വിശ്വാസികൾ അറിയണം. 1-ാം തീയതി കൃത്യമായിട്ട് ശമ്പളം വന്നുകൊണ്ടിരുന്ന ഗവൺമെന്റ് ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് ശമ്പളം എത്താതെ വന്നപ്പോൾ അവരൊക്കെ ഒന്ന് ഞെട്ടി. വിവാഹ മാർക്കറ്റിലും അല്ലാതെയുള്ള കമ്പോളങ്ങളിലൊക്കെ ഏറ്റവും വിലയുണ്ടായിരുന്ന സർക്കാർ ജോലി ഇനി വലിയ താമസമില്ലാതെ പിച്ചച്ചട്ടയെടുത്ത് KSRTC ജീവനക്കാർ തെരുവിലേക്ക് ഇറങ്ങിയ അതേ അവസ്ഥയിലേക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ എത്താൻ പോകുമെന്ന് കാണുമ്പോൾ നമ്മൾ അവിടെ വീണ്ടും ഡൽഹിയിലെ മാജിക്ക് കാണണം. ഈ വർഷം ഡൽഹിയിലെ കണക്കുകൾ പുറത്തു വന്നു. ഡൽഹിയിൽ 14,000 കോടിയോളം മിച്ചമുണ്ടെന്ന് കണ്ടു. ഇതുവരെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണം തുടങ്ങിയിട്ട് അധികം വർഷവുമായിട്ടില്ല. ആം ആദ്മി പാർട്ടി രൂപീകരിച്ചിട്ട് പോലും 12 വർഷമേ ഉള്ളൂ. പക്ഷെ ഡൽഹിയിലെ ബജറ്റ് വന്നപ്പോൾ 14,000 കോടിയോളം രൂപ മിച്ചമായി വന്നെങ്കിൽ നമ്മുടെ ഇവിടെ ബജറ്റൊക്കെ അവതരിപ്പിക്കും. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്കുകൾ പറഞ്ഞ് നമ്മളെയൊക്കെ പറ്റിക്കും. പക്ഷെ അവസാനം വരുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ പോലും സാധിക്കാതെ പോകുന്ന ഗവൺമെന്റുകൾ നമ്മളെ ഭരിച്ചു കുടിക്കുമ്പോൾ ഡൽഹിയിലെ മാറ്റം. ഞാൻ ഈ ഡൽഹിയിലെ മാറ്റം നിങ്ങളോട് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം നമ്മുടെ എത്ര പോലും റിസോഴ്സസ് ഇല്ലാത്ത, നമ്മുടെ എത്ര പോലും ജനതയില്ലാത്ത, നമ്മുടെ എത്ര പോലും വിദ്യാസമ്പന്നരില്ലാത്ത ഒരു നാട്ടിലാണ് അരവിന്ദ് കെജ്രിവാളിന് വിപ്ലവം കാണിക്കാൻ പറ്റിയെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന കേരളത്തിൽ എന്തുകൊണ്ടൊരു അത്ഭുതം കാണിക്കാൻ പറ്റുന്നില്ലെന്ന് ഓർക്കണം. അത് കറണ്ട് കൊണ്ട് അവസാനിച്ചില്ല. അവിടുത്തെ വെള്ളം, അവിടുത്തെ സാധാരണക്കാരന് ഒരു മാസം 20,000 ലിറ്റർ ഫ്രീ ആയിട്ട് ജലം കൊടുക്കുന്നു. ഒരു മാസം 20,000 ലിറ്റർ വെള്ളം. നമുക്കിവിടെ വാട്ടർ കണക്ഷൻ എടുത്തിട്ടുള്ള സാധാരണക്കാരുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻ എടുത്തിരിക്കുന്നവർക്ക് 20,000 ലിറ്ററിന് ഒരു മാസം എത്രയാണ് വെള്ളത്തിന്റെ കരം വരുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കണം. നിങ്ങളുടെ വീട്ടിൽ വെള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ, ജലത്തിന്റെ കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കണം ആ ബില്ല് എത്ര രൂപയാണ് വരുന്നതെന്ന്. അതിനും മാജിക്ക് കാണിക്കാൻ അരവിന്ദ് കെജ്രിവാളിനെ പറ്റി. അവിടെ ഇവിടുത്തെ പോലെ 44 നദികളില്ല, ദൈവം തരുന്ന വെള്ളം ഇങ്ങനെ കെട്ടിനിർത്തുന്ന ഡാമുകളില്ല. ഇതൊന്നുമില്ലെങ്കിലും അവിടെയും കൊടുക്കുവാൻ സാധിച്ചു പ്രതിമാസം 20,000 ലിറ്റർ ജലം ഫ്രീ ആയിട്ട്. ഇനി അത് മാത്രമല്ല, അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒന്ന് നോക്കണം. നിങ്ങൾക്കറിയുമോ, ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നത് പാലാ നിയോജക മണ്ഡലത്തിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ കച്ചവടമായ ബ്രില്യന്റിന്റെ കോളേജ് നടക്കുന്ന ഈ പാലാ മണ്ഡലം നമ്മളൊന്ന് നോക്കണം. എന്താണ് ബ്രില്യന്റിലൊക്കെ നടക്കുന്നത്? നീറ്റ് എക്സാം എഴുതാൻ സാധാരണക്കാരന്റെ മക്കൾ അവിടെ ചെല്ലുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ വരെ ഒരു വർഷം ഫീസ് കൊടുത്ത് നീറ്റ് എക്സാം എഴുതേണ്ടി വരുമ്പോൾ കഴിഞ്ഞ വർഷം അരവിന്ദ് കെജ്രിവാളിന്റെ സാധാരണ സ്കൂളുകൾ ഒരു മാജിക് കാണിച്ചു. അവിടുന്ന് 1200ഓളം സാധാരണക്കാരായ പാവപ്പെട്ടവന്റെ മക്കൾക്ക് നീറ്റിന് അഡ്മിഷൻ മേടിച്ചു കൊടുക്കുവാൻ അരവിന്ദ് കെജ്രിവാളിന്റെ സർക്കാർ സ്കൂളുകൾക്ക് സാധിച്ചെങ്കിൽ ഈ വിപ്ലവം എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല? ഇത്രയധികം വിദ്യാഭ്യാസ സമ്പന്നരായ നാട്ടുകാരുള്ള കേരളത്തിൽ, ഇത്രയധികം വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ള കേരളത്തിൽ, സർക്കാരിന് ഇതിനുമാത്രം സ്കൂളുകളുള്ള കേരളത്തിൽ ഒരു സാധാ സർക്കാർ സ്കൂളിൽ നിന്നും പഠിച്ചു പാസ്സായി നേരിട്ട് നീറ്റ് എഴുതാൻ പറ്റാത്ത വിദ്യാഭ്യാസ സമ്പ്രദായമുള്ള ഈ കേരളമാണോ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സാധാരണ സർക്കാർ സ്കൂളിൽ നിന്നും 1200 കുട്ടികൾക്ക് ആ സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങുകൾക്ക് മാത്രം നീറ്റ് പരീക്ഷ എഴുതി അവർക്ക് മെഡിക്കൽ രംഗത്തേക്ക് അഡ്മിഷൻ കിട്ടിയെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന്റെ സിസ്റ്റം ഇവിടെ കിടക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസം ഇവിടെ കിടക്കുന്നു. നമ്മൾ പഠിക്കണം. അത് വിദ്യാഭ്യാസം. ഇനി ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞാൽ അവിടെ ആ മൊഹല്ല ക്ലിനിക്കുക എന്ന് പറഞ്ഞ കുറച്ച് സംഭവമുണ്ട്. ഡൽഹിയിൽ പോയിരിക്കുന്ന എന്റെ സുഹൃത്തുക്കൾക്കറിയാം, ഡൽഹിയിൽ പോകുന്നവർക്കറിയാം മൊഹല്ല ക്ലിനിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം. അത് നമ്മളൊന്ന് പഠിക്കണം. നമ്മുടെ ഇവിടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളുണ്ട്. നിങ്ങൾക്കറിയുമോ, നിങ്ങൾക്കിപ്പോ വൈകുന്നേരം അല്ലെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് ഒരു അസുഖം വന്ന് നിങ്ങൾക്ക് ഇവിടെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോകാൻ സാധിക്കുമോ? നമുക്ക് പോകാൻ പറ്റില്ല. രാത്രിയിൽ ചെന്നാൽ അവിടെ ചികിത്സ ഉണ്ടാകില്ല. രാത്രി നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് വിടും, അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളിലേക്ക് വിടും, അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് വിടും. അവിടെ ചെന്നാലോ രാത്രിയിൽ ആരെയാണ് നമ്മൾ കാണേണ്ടി വരുന്നത്? വിദഗ്ധരായ ഡോക്ടർമാർ നമുക്ക് കിട്ടുമോ? അതിനൊരു മാറ്റം വരുത്തിയതാണ് ഡൽഹിയിലെ മൊഹല്ല ക്ലിനിക്ക്. അതൊരു മാജിക് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. കാരണം അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിൽ കയറുമ്പോൾ ഡൽഹിയിൽ ഒരുപാട് മേൽപ്പാലങ്ങൾ പണിയുവാനുള്ള കരാറുകൾ ഏറ്റെടുത്തുകൊണ്ട് കമ്പനികൾ നിൽക്കുമ്പോൾ 250 കോടി രൂപ അടങ്കൾക്ക് കുറച്ച ഒരു മേൽപ്പാലത്തിന് 180 കോടി രൂപയ്ക്ക് പണി നിർത്താൻ സാധിക്കുകയും ബാക്കി 100 കോടി രൂപ മിച്ചം വന്നതിനകത്ത് ആരോഗ്യ രംഗത്ത് നിക്ഷേപിച്ച് മൊഹല്ല ക്ലിനിക്കുകൾ സ്ഥാപിച്ച ഒരു വിപ്ലവമാണ് അരവിന്ദ് കെജ്രിവാൾ കൊണ്ടുവന്നത്. നമ്മൾക്കൊക്കെ കേൾക്കുമ്പോൾ വളരെ അത്ഭുതകരമാവും. കാരണം നമ്മുടെ ഇവിടെ ഒരു പാലത്തിന്
ഒരു 250 കോടിയുടെ അളങ്കൽ തുക വെച്ചെങ്കിൽ അത് 400-500 കോടിയാകാതെ ഒരിക്കലും അതിന്റെ പണി തീർത്ത ചരിത്രമില്ല. പക്ഷെ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി 250 കോടി രൂപ അളങ്കൽ വെച്ച ആ പാലം 150 കോടി രൂപയ്ക്ക് തീർത്തു. വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഇവിടെ 500 കോടി രൂപയ്ക്ക് ആ പാലം തീർത്തെങ്കിൽ ആ പാലം 1 വർഷമാകും മുമ്പേ തകരുകയും ആ പാലം പൊളിച്ചു മാറ്റേണ്ടി വരുന്ന ഒരു കാര്യം ഈ കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അവിടെയും ഡൽഹി വിപ്ലവം കാണിച്ചു. ഇതുപോലുള്ള സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് മിച്ചം പിടിച്ച പണം കൊണ്ട് അവരെ സാധാരണക്കാരന്റെ ആരോഗ്യം കൃത്യമായി പരിപോഷിപ്പിക്കാൻ വേണ്ടി മൊഹല്ല ക്ലിനിക്കുകൾ തുടങ്ങുകയും എല്ലാവിധ ചികിത്സയും ഈ മൊഹല്ല ക്ലിനിക്കുകളോട് ചെയ്യുകയും ചെയ്തു. അത് എല്ലാവിധ ചികിത്സ എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾക്ക് അവരുടെ പിടിയിൽ നിൽക്കാത്ത രീതിയിലുള്ള ചികിത്സകൾ വന്നാൽ ഗവൺമെന്റ് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വിടുകയും ഗവൺമെന്റ് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ബില്ലടിക്കുകയും ചെയ്യുന്ന ഒരു മാജിക്ക് കൂടെ അരവിന്ദ് കെജ്രിവാളിന് ചെയ്യുവാൻ സാധിച്ചു. ഇതൊക്കെ ഈ പ്രബുദ്ധരായ ഈ കൊല്ലപ്പള്ളിയിലെ വോട്ടർമാരോട് പറയുന്നതിന്റെ കാരണം ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റും, ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റും എന്ന് ഒക്കെ പറയാൻ പറ്റും. കഴിഞ്ഞ കേരള സംസ്ഥാനം രൂപീകൃതമായ 1956 മുതൽ നമ്മളെ മാറി ഭരിച്ചവർക്കൊക്കെ ഇത് ചെയ്യുവാൻ പറ്റുമായിരുന്നു. പക്ഷെ അവരാരും ചെയ്യുവാൻ കൂട്ടാക്കിയില്ല. ഇവിടെ നിങ്ങൾ കേട്ട് കാണും, ഇവിടെ നേരത്തെ ഇവിടെ കിട്ടിയിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ പറഞ്ഞത് നമ്മളുടെ കുട്ടികളെ നമ്മുടെ നാട്ടിൽ നിൽക്കാൻ, നമ്മുടെ പ്രായമായ മാതാപിതാക്കൾക്ക് സംരക്ഷണം കിട്ടാനൊക്കെ ആം ആദ്മി പാർട്ടിയെ സഹായിക്കാനൊക്കെ പറഞ്ഞു കേട്ടു. വലിയൊരു അത്ഭുതമാണ്. കാരണം നമ്മളെ കഴിഞ്ഞ 1956 കേരള സംസ്ഥാനം രൂപീകരിച്ചത് മുതൽ മാറി നമ്മളെ LDF, UDF അങ്ങനെ പല പേരിട്ടവര് ഭരിച്ചെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ നമ്മളുടെ മക്കൾക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ, എല്ലാ മാസവും 10,000-20,000 കോടി രൂപ കടമെടുക്കുമെങ്കിൽ മാത്രമേ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന സ്ഥിതി വന്നെങ്കിൽ, ഈ കടമെടുക്കുവാൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് ഗവൺമെന്റുകൾ എത്തിയെങ്കിൽ നമ്മളിവരൊക്കെ എത്രമാത്രം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളിവരൊക്കെ എത്രമാത്രം ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടെ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ഈ കൊല്ലപ്പള്ളിയിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ടൊരു ആയുധവും ഇവിടെ മാവോയിസ്റ്റുകളോ നക്സലൈറ്റുകളോ പറയുന്നത് പോലെ തോക്കോ ബോംബോ എടുത്ത് ഇവിടുത്തെ വരേണ്യ വർഗത്തിനെതിരെ പോരാടാനൊന്നും ഞങ്ങൾ പറയത്തില്ല. ഞങ്ങൾ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെ വിമോചനമായിട്ട് ഞങ്ങളുടെ ആയുധം നമ്മുടെ വീട്ടിലും നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ഉപയോഗിക്കുന്ന അതേ ചൂല് തന്നെയാ. ഈ ചൂല് നിങ്ങളിലേക്ക് ഞങ്ങൾ തരികയാണ്, നിങ്ങളൊന്ന് ഏറ്റെടുത്താൽ മതി. ആം ആദ്മി പാർട്ടി നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ചൂലിനെ നിങ്ങളൊന്ന് ഏറ്റെടുത്താൽ മതി. കഴിഞ്ഞ അടുത്ത ആഴ്ച മുതൽ നമ്മുടെ വീടുകളിലേക്ക് വെളുക്ക ചിരിച്ചു വരുന്നവരെ ഈ ചൂലെന്ന് വെട്ടി കാണിച്ചാൽ തീരാനുള്ളതേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ. ഇനി വരാൻ തുടങ്ങും. ഇനി 5 വർഷമായിട്ട് നമ്മൾ കാണാത്ത വെളുത്ത വസ്ത്രം ധരിച്ച ചിരിച്ച മുഖമുള്ളവരൊക്കെ ഇത് നമ്മുടെ വീടുകളിലേക്ക് നിറങ്ങാൻ തുടങ്ങും. അവരോട് നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആം ആദ്മി പാർട്ടി തന്നിരിക്കുന്ന ഒരു നോട്ടീസ്, ഇവിടെ ഒരു നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ നോട്ടീസ് നിങ്ങളൊക്കെ ഒന്ന് വായിക്കണം. അതിനകത്ത് കുറച്ചേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് യാചിച്ചുകൊണ്ട് ചട്ടിയെടുത്ത് വരുന്ന ആ വെളുത്ത വേഷധാരികളായ ആ ചിരിച്ച മുഖവുമായിട്ട് വരുന്നവരോട് ചോദിക്കാൻ വെച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. അവിടെ നിങ്ങൾ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇടതാണോ വലതാണോ നേരെയാണോ പുറകോട്ടാണോ ആരോടും നിങ്ങൾക്ക് ചോദിക്കാം ഈ ചോദ്യങ്ങൾ. നിങ്ങൾ ആ കൂടെ ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടി കൊണ്ടുവന്നിരിക്കുന്ന വിപ്ലവങ്ങളെ ഒന്ന് പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ വിപ്ലവങ്ങൾ വെക്കാത്തത്, എന്തുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോഴും ഒരു നൂറ്റാണ്ട് പുറകെ കിടക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ മാസം വൈദ്യുതി വെച്ച് പാപ്പരായിക്കൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് കൃത്യമായി ചികിത്സ കിട്ടുന്നില്ല, എന്തുകൊണ്ടാണ് ഇവിടെ ശമ്പളം കൊടുക്കാൻ പോലും പണം തികയാത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീട്ടിലേക്ക് വരുന്നവരോട് ചോദിക്കണം. കാരണം നമുക്ക് ഇതൊരു അവസരമാണ്. ഇനി അത് കിട്ടണമെങ്കിൽ 2 വർഷം കഴിയണം. ഒന്നുകിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരണം, അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരണം. ഇവരെയൊക്കെ നമ്മളൊന്ന് കാണണമെങ്കിലും ഇവരെയൊക്കെ നമ്മളൊന്ന് ചോദിക്കണമെങ്കിലും അവരോടൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങ് ഡൽഹിയില് ഈ വിപ്ലവം അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുവരാമെങ്കിൽ ഈ നാട്ടിലും കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഈ കൊല്ലപ്പള്ളിയിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് പറയാനുള്ളത്, കാരണം ഇന്ന് ആം ആദ്മി പാർട്ടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു നവരാഷ്ട്രീയ സന്ദേശ യാത്രയാണ്. ഈ നവരാഷ്ട്രീയ സന്ദേശയാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞു വെക്കാണ് നവരാഷ്ട്രീയം. അല്ലാതെ ഒരാളെ MP ആക്കി ഒരാളെ MLA ആക്കി അവനെ മരിക്കുന്നത് വരെ നമ്മൾ സഹിക്കുകയും ആ MPയോ MLA മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയോ മക്കളോ വീണ്ടും അയാളുടെ സ്ഥാനം പിന്തുടർന്നുകൊണ്ട് അടുത്ത സ്ഥാനത്തേക്ക് വരുന്ന കാഴ്ചകൾ എത്ര വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക.
ഈ കാഴ്ചകളൊക്കെ മാറണമെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയം ഇവിടെ ഉദിച്ചു വരേണ്ടിയിരിക്കുന്നത്. ഒരു നവരാഷ്ട്രീയമാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും. ഇതൊക്കെ പറയുമ്പോഴത്തേക്കും അഴിമതിക്കെതിരെ ഇത്രയും പോരാടി വന്ന ആം ആദ്മി പാർട്ടിക്കാരാ നിങ്ങളുടെ ചില നേതാക്കന്മാരൊക്കെ ജയിലിൽ കിടക്കുന്നില്ലേ, അവർ അഴിമതി കാണിച്ചിട്ടില്ലേ ജയിലിൽ കിടക്കുന്നില്ലേ എന്നൊക്കെ നമുക്കത് ചോദിച്ചേക്കാം. അതിനും കൂടെ ഒരു മറുപടി പറയാതിരിക്കാനാവില്ല. കാരണം നമ്മുടെ ഇവിടെ ജനാധിപത്യത്തിന് മരണമണി മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നിങ്ങൾക്കറിയുമോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാർ സുപ്രീം കോടതിയിലെ ഡയസിൽ നിന്നും പുറത്തിറങ്ങി വന്നിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചു. അന്ന് ആ ജഡ്ജിമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സുപ്രീം കോടതിയെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ, അത്രയും വലിയ കാര്യങ്ങൾ നടക്കണമെന്ന് അവർ പറഞ്ഞു. അതിന്റെ ഒരു അത്ഭുതം കേൾക്കണം. അതിന് ഒന്നാമനായിട്ട് നിന്നിരുന്ന അന്നത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പിന്നീട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ രാജ്യസഭ MP ആയി മാറി. നമുക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നും. ഇന്ന് ജഡ്ജിമാര് പലരും വിരമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉന്നത സ്ഥാനങ്ങൾ വേറായി കിട്ടുക. ഒന്നുകിൽ MP ആകും, അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവത്തിന്റെ കമ്മീഷണറായിട്ടോ ഏതെങ്കിലും സംഭവത്തിന്റെ തലവനായിട്ടോ അവരെ നിയമിക്കുകയാണ്. ഈ നിയമനം സ്വപ്നം കണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടും ഇതുപോലെ ജുഡീഷ്യറിയിൽ പോലും പുഴുക്കുത്തുകൾ വരുന്ന ഒരു കാലഘട്ടത്തിൽ അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന ആം ആദ്മി പാർട്ടിയുടെ ചില ആളുകൾ ജയിലിൽ കിടക്കുന്നതിന് വലിയ അത്ഭുതമൊന്നും കാണേണ്ട കാര്യമില്ല. കാരണം വെള്ളക്കാർക്കെതിരെ പോരാടിയപ്പോൾ മഹാത്മാഗാന്ധിയെ പോലെ ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ളവർ എത്രയോ നാളുകൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. കാരണം അതൊരു പോരാട്ടമായിരുന്നു. ആം ആദ്മി പാർട്ടിക്കാർക്കൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങളൊന്ന് BJP ചേരാമെന്ന് പറഞ്ഞാൽ വാഷിംഗ്ടൺ വെളുപ്പിക്കുന്നത് പോലെ എത്ര വലിയ അഴിമതിയും വെളുപ്പിക്കാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുക BJP. കാരണം ഈ അടുത്ത കാലത്ത് BJPയിലേക്ക് നേതാക്കളെയൊക്കെ നമ്മൾ നോക്കണം. അത് കോൺഗ്രസിൽ നിന്നായാലും മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായാലും BJPയിലേക്ക് പോകുന്നവരുടെ ചരിത്രം, അവരുടെ ബയോഡേറ്റ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. ഏത് വലിയ അഴിമതിക്കാരനും BJPയിലേക്ക് ചെന്നാൽ പിന്നെ അവന് EDയുടെ പേടി വേണ്ട, പിന്നെ അവന് CBIയുടെ പേടി വേണ്ട, പിന്നെ അവന് കോടതിയുടെ പേടി വേണ്ട, ആരുടെയും പേടി വേണ്ട. ആം ആദ്മി പാർട്ടിയുടെ പലരെയും നാളുകളായിട്ട് BJPയിലേക്ക് ചൂണ്ടയിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ജയിലിൽ കിടക്കുന്ന മനീഷ് സിസോദിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉപമുഖ്യമന്ത്രിയായിരുന്നു ജയിലിൽ ഡൽഹിയിലെ. അരവിന്ദ് കെജ്രിവാളിനൊപ്പം തോളോട് ചേർന്ന് ആം ആദ്മി പാർട്ടിയുടെ ഉദ്ഘാടനം നടത്തി ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുന്നതിന് ഏറ്റവും മുൻകൈ എടുത്ത ഒരു നേതാവായിരുന്നു മനീഷ് സിസോദിയ. അതുപോലെ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന സഞ്ജയ് സിംഗ്. ഇവരെയൊക്കെ ഒരിക്കലും ജാമ്യം കൊടുക്കാത്ത രീതിയിലുള്ള പ്രത്യേക നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഇന്ന് ജയിലറകളിൽ തള്ളി നാളെ ഇവരെ എല്ലാവരെയും BJPയിൽ എത്തിക്കാമെന്ന് BJPക്കാരൻ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല. കാരണം ഇവരൊക്കെ അരവിന്ദ് കെജ്രിവാളിന്റെ കളരിയിൽ നിന്നും രാഷ്ട്രീയം അഭ്യസിച്ചിറങ്ങിയതാണ്. എന്തായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയം? ഞാൻ ആദ്യമേ എന്ന് പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത പദവിയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കാവുന്ന ജോലി, വേണമെങ്കിൽ കിമ്പളം മേടിക്കാവുന്ന ജോലി പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ഇന്ത്യയുടെ തെളിവിലേക്ക് ഇറങ്ങി വന്ന ആ അരവിന്ദ് രാഷ്ട്രീയം പറഞ്ഞാൽ സാധിക്കാവുന്ന രാഷ്ട്രീയമല്ല, അത് അഴിമതി കാണിക്കാവുന്ന രാഷ്ട്രീയമല്ല. ഈ രാജ്യത്തെ സ്വീകരിക്കാൻ ഇതൊരു ലാസ്റ്റ് ബസ്സാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് അവസാന ബസ്സുമായി അരവിന്ദ് കെജ്രിവാൾ നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, ആം ആദ്മി പാർട്ടിയിലേക്ക് ഒരു നവരാഷ്ട്രീയം, നമുക്കൊരു നവരാഷ്ട്രീയ വിപ്ലവം തന്നെ, നമുക്കൊരു നവരാഷ്ട്രീയ മുന്നേറ്റം തന്നെ ഈ നാട്ടിൽ കാണിക്കുവാൻ സാധിക്കും. കാരണം ഇവിടെ നിന്നുള്ള പല തുള്ളികൾ ചേരുമ്പോൾ അതൊരു വലിയ പെരുവെള്ളമായി മാറും, അതൊരു വലിയ കടലായി മാറും. ഇവിടുത്തെ അഴിമതി തമ്പുരാക്കന്മാർ, ഇവിടുത്തെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ നമുക്ക് കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാം. ഒരിക്കൽ കൂടി ഈ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ആം ആദ്മി പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ആം ആദ്മി പാർട്ടിയുടെ നവരാഷ്ട്രീയ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് സ്വരാജ്.